കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. Can we raise our hands and praise our God? Hallelujah. നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I praise God for this beautiful day. പ്രത്യേകിച്ച് ഈ ദൈവസഭയ്ക്കകത്ത് ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. I'm delighted and happy to be with you all in this church. ചില കാര്യങ്ങൾ ദൈവവചനത്തിനകത്തൂടെ പറഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. But before that, I would like to speak a few words from the Bible. ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്ക് കർത്താവിൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലോട്ട് വന്നാട്ടെ. Let's turn our Bibles to Genesis chapter 11. ഒന്നാമത്തെ വാക്യം. verses 1. ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. Now the whole earth had one language and one speech. ആ ഭാഗം താഴോട്ടൊന്ന് വായിക്കാമോ? കുറച്ച് വായിച്ചാട്ടെ. Let's read it down. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്തെ ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ദി ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിൾ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അതിനകത്തൊന്ന് വായിക്കാമോ ആ വാക്യം? അതിനകത്ത് കിടക്കുന്നത് വൺ ലാംഗ്വേജും വൺ ആക്സെന്റും അല്ലേ? മോഡ് ഓഫ് എക്സ്പ്രഷൻ, ഉച്ചാരണം, the mode of expression, ഉച്ചാരണം, ആക്സെന്റ്, ശൈലി, ഇതെല്ലാം ഒന്നായിരുന്നു. one accent and mode of expression. ഞാൻ ആക്ച്വലി ഇന്നാണ് ആ ഇംഗ്ലീഷിലെ ആ ഭാഗം ബൈബിളിൽ ശ്രദ്ധിച്ചത്. അപ്പം ആക്ച്വലി നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഒരു സ്ഥിരം പറയാറുള്ള, പലരും വിമർശിക്കാൻ വേണ്ടി പറയാറുള്ള കാര്യമാണ്, നിങ്ങളുടെ ആൾക്കാർ പറയുന്ന അന്യഭാഷയല്ല ഒരേപോലെ. അപ്പോൾ എനിക്ക് ചിലതിന് മറുപടി പോലെ തോന്നി, ഇത് ഒരേ ഭാഷ, ഒരേ ശൈലി, ഒരേ ഉച്ചാരണം എന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ ദൈവം നമ്മുടെ മേൽ തരാം, പക്ഷേ അതിനകത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. It is today that I read from the English version which said one accent and mode of expression. We often hear that people of God speaking in tongues are always saying the same words and same things. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടച്ചാട്ടെ. എന്നോട് ചേർന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. നന്ദി പറയുന്നു കർത്താവേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്ന നന്ദി കർത്താവേ. വിലപ്പെട്ടത് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ തരുന്നതിന് പകരുന്ന നന്ദി കർത്താവേ. വലിയ വഴിത്തിരിവുകളെ ഇന്ന് രാത്രി കൽപ്പിക്കുന്നതിന് സ്തോത്രം പറയുന്നു കർത്താവേ. അങ്ങ് കൂടെയുള്ള നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ജീസസ്. ഞാൻ ഇങ്ങോട്ട് ചർച്ചിലോട്ട് വന്ന് കയറുമ്പം എബിപ്പാസ് എന്നെ കൈക്ക് പിടിച്ച് അകത്തോട്ടിങ്ങനെ കൊണ്ടുവന്നു. As I was entering the church, Ebipas had held my hand and made me enter the church. കയ്യിൽ ഇങ്ങനെ പിടിച്ചെന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് സ്പിരിറ്റിൽ സെൻസ് ചെയ്തു സംതിങ്, എന്തോ സ്പെഷ്യൽ, കർത്താവ് എന്തോ ഇവിടെ ചെയ്യാൻ പോകുന്നു. And as he held my hand, I could sense the Spirit of God moving, and I could understand that something is going to happen in this meeting. ഓരോ ദൈവ മനുഷ്യന്മാരുടെയും കൂടെ അതാത് മിനിസ്ട്രിയിൽ നിൽക്കുന്ന ഏഞ്ചൽസ് ഉണ്ട്. For each leaders and anointed person, there are specific angels that are with them. എൻ്റെ കൂടെ, ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ഞങ്ങൾ പലപ്പോഴും സെൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, പ്രയറിൻ്റെ ഏഞ്ചൽസ് ഉണ്ട്. There are prayers angels, and I have sensed that among our leaders. പ്രാർത്ഥനയുടെ ദൂതന്മാർ ഞങ്ങളുടെ കൂടെ ചലിക്കുന്നത് ഞങ്ങൾ പലയിടത്തും വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. We could understand the angels of prayer moving when we had moved to different places. ഞാനിവിടെ ഒറ്റയ്ക്കല്ല കയറി നിൽക്കുന്നേ, എൻ്റെ കൂടെ പ്രാർത്ഥനയുടെ ദൂതന്മാർ ഇതിനകത്ത് കയറി. Today I'm not standing alone, but the angel of prayer is also with me. ഈ സഭ അല്ലെങ്കിൽ കർത്തദാസൻ എന്നെ കൈ പിടിച്ച് സ്വീകരിക്കുമ്പം ഇവിടെ എന്നെ മാത്രമല്ല, എൻ്റെ കൂടെ അകത്തോട്ട് കയറിയ
ദൈവദൂതന്മാരെ കൂടാണ് ഈ സഭ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. As the pastor had welcomed me inside, I believe that the pastor had also welcomed the ഇന്ന് angel of prayer along ആരുടെയൊക്കെയോ with me. മേൽ പ്രാർത്ഥനയുടെ അസാധാരണ തലങ്ങൾ തുറക്കപ്പെടുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. Today I believe that a divine gift of prayer is going to be filled in our lives. ആമേൻ. Amen. നമുക്ക് അങ്ങ് സംസാരിക്കാൻ പറ്റും. അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് തന്നെ വചനം പറയുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. സംസാരിക്കുന്നു. We can speak to God. We can speak in tongues. And as we speak in tongues, we are speaking not to humans but to God. നമുക്കിത് ഈ ദൈവം തന്ന അമൂല്യമായ ദാനമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. It is the gift of God that was വെറും ഗിഫ്റ്റ് അല്ല മോനെ, പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് It is the പറയുന്നത്. precious gift. Yeah. It's a precious gift. അത് തുലനം ചെയ്യാൻ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് പ്രഷ്യസ് ആണ്. We cannot equal it or sum it to anything. അന്യഭാഷ കിട്ടിയവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. Can we lift our hands who have got the gift of tongues? പെന്തിക്കോസുകാരെ അറിയപ്പെടുന്ന കാരണം തന്നെ ഈ ഭാഷയാണ്. The people of Pentecost are recognized, are known because of this gift. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം സത്യം പറയാം, നമുക്ക് വിശേഷമായി ദൈവം ഇട്ടേക്കുന്ന ഒരു കാര്യമുണ്ട്. God loves us all equally, but there is something special put in our lives. ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യരുത്. Do not compromise on these things. പരിശുദ്ധാത്മ ബന്ധത്തിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യരുത്. Do not compromise on the relationship that we have with the Holy Spirit. ആമേൻ. Amen. കാരണം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ആളെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, പരിശുദ്ധാത്മാവാണ്. For the one who renews us is the Holy Spirit. കർത്താവിന്റെ വരവായെന്ന് വേൾഡ് നിൽക്കുന്ന എന്താ പറയുക, ലോകത്തെ ഇൻഫ്ലുവൻസ്, ലോകത്തിൽ ഒത്തിരി ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കർത്താവിന്റെ വരവ് വളരെ അടുത്തെന്നാണ് പറയുന്നത്. The world is telling that the coming of our Lord Jesus is very near. എപ്പോൾ വേണേലും സംഭവിക്കാവുന്ന ഒരു സീസൺ, ഒരുപാട് വർഷങ്ങളൊന്നും മുമ്പോട്ട് പോകത്തില്ലെന്നൊക്കെയാണ് പലരും It പറയുന്നത്. can happen at any moment of time. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ആളുമായിട്ട് നമ്മൾ പിണങ്ങിയാൽ എങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാകും? How can we change if we are not obedient to the person who is renewing our lives? ഒരു പെങ്കൊച്ചിനെ ഒരുക്കി പയ്യന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ഒരു ബ്യൂട്ടീഷ്യനെ ആക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യം. A beautician is sent to a bride to make her beautiful and go to the groom. അപ്പൊ ഈ കൊച്ചിന് സഹകരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പരിപാടി നടക്കത്തില്ല. But if the bride is not obeying or compromising to it, it will not happen. ഈ കർത്താവിന്റെ അടുക്കോട്ട് കൊണ്ടുപോകാൻ യേശുവിന്റെ അടുക്കലോട്ട് നമ്മളെ എത്തിക്കാൻ വേണ്ടി, നമ്മളെ ഒരുക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിർത്തിയേക്കുന്ന ആളാ പരിശുദ്ധാത്മാവ്. It is the Holy Spirit who is renewing our lives likewise, so that we can be and go to Jesus. അപ്പൊ ഈ യേശുവിന്റെ മനോഭാവം ഉള്ളവരായിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞ ദൈവവചനത്തിന്റെ ഭാഷയിലോട്ട് നമുക്ക് വരാൻ പറ്റണമെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ കൂടാതെ കഴിയത്തില്ല. To be renewed in the likeness of Jesus, we cannot do it without the Holy Spirit. നമുക്ക് ഈ ഹോളി ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര നിർബന്ധമുള്ള കാര്യം. പക്ഷേ ഹോളി ലൈഫ് ഒരിക്കലും ഹോളി സ്പിരിറ്റിനെ കൂടാതെ നടക്കത്തില്ല. Holy life is something that cannot be happening in our lives without the help of Holy Spirit. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റും, പക്ഷേ എൻ്റെ രഹസ്യമായ ജീവിതത്തെ കാണുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഒരു അഭിനയവും നടക്കത്തില്ല. I can act in front of you all, but I cannot act in the presence of the Holy Spirit. ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ രഹസ്യ ജീവിതത്തിനകത്ത്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ രൂപാന്തരപ്പെടുത്തിയ ഒരു അഭിഷേകം എനിക്കറിയാം. I know an anointing that changed my life in my secret places. ആമേൻ. Amen. അതിനകത്ത് നമുക്ക് ഈ പരിശുദ്ധാത്മ ബന്ധം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാധ്യമം അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. And in order to renew ourselves and move according, it is the best thing is to speak in tongues. ഈ ദൈവസഭയ്ക്ക് കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അന്യഭാഷ എന്ന് പറയുന്നത്. It is the biggest gift given to the church to speak in tongues. കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നതിനകത്താണ് എല്ലാ കൃപാവരങ്ങളും നമ്മുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടും. As we worship him, it is when
It is during that time that the gifts of the Spirit is being അപ്പോൾ poured upon us. ഒരു ചർച്ച അല്ല, ഒരു കൂട്ടം ആളുകൾ വർഷിപ്പിനകത്ത് സംഗതി കർത്താവ് തുറന്നു കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏറിയായും ആക്സസ് ചെയ്യാനുള്ള സാഹചര്യം മുമ്പിൽ കിടപ്പുണ്ട്. As we open our lives and worship our God, it is during that time the gifts of the Spirit can be poured upon കാരണം us. ആരാധനയിൽ കർത്താവ് അങ്ങോട്ട് ഇറങ്ങി വരും. Because during worship, God is coming down. ആ വാക്യം വായിച്ചതിലോട്ടൊന്ന് വന്നാണ്. ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയുമൊന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അതിനകത്ത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. And the Lord said, Behold, they are one people and they have all one language. And this is only the beginning of what they will do. And now അപ്പൊ ഈ ചെയ്യുന്നത് ഒരു ചെറിയ തുടക്കം മാത്രമാണ് അവർ. this is just only the beginning. വാസ്തവത്തിൽ തമിഴ് ബൈബിൾ വായിക്കുമ്പം ഇച്ചൂടെ വളരെ ക്ലിയർ മീനിങ് കിട്ടുന്ന എനിക്ക് മനസ്സിലാവും. In Tamil language, it's more clear. കാരണം ഈ മലയാളത്തിൽ പറഞ്ഞ സാധനം പലതും അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല. ചിലത് അവിടെ വിലപ്പെട്ട കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. In the language of Malayalam, some places are missing. ഈ മലയാളത്തിൽ കിടക്കുന്നത് ഇതും ഇതും അവർ അവർ ചെയ്തു തുടങ്ങുന്നു. അത് നമുക്കൊരു എന്തോ ഒരു എനിക്കും വായിച്ചിട്ടില്ല. പക്ഷെ ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴത്തേക്കും And this is only the beginning. തുടക്കം. ഇതൊരു തുടക്കമാണ്. This is only the beginning. ഇതൊരു തുടക്കമാണ്. This is only the beginning. ഇതിങ്ങനെ പോയാൽ ഇവർക്കൊന്നും അസാധ്യമാകത്തില്ലെന്നാ പറഞ്ഞു. If it goes like this, nothing will be impossible. അപ്പൊ ഈ നമുക്ക് ആ വേദഭാഗത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഈ ആ വാക്യത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. Verses 1 says like this: Now the whole earth had one language and one speech. One language, one accent and one mode of expression. അല്ലേ? യാ. താഴോട്ട് വായിച്ചേ വാക്യം. 7-ാമത്തെ വാക്യം. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കി കളക എന്ന് അരുളി ചെയ്തു. നോക്കിക്കേ, ഭൂമി മുഴുവൻ ഒരു ഭാഷ. Look, the whole world is having one language. ചിന്തിക്കാൻ പറ്റും, നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. Can we think ഭൂമിയിലെ of മുഴുവൻ ജനത്തിന് ഒറ്റ ഭാഷ. ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്ഷെ ബൈബിൾ പറയുന്നത് സത്യമാണ്. Can we think of a situation like that where the whole world is having just one language, but the word of God is telling that? അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഒരേ ശൈലി, ഒരേ ഉച്ചാരണം. The word of God is telling that they are having one language, one accent. മോഡ് ഓഫ് എക്സ്പ്രഷനും എന്താ പറയാ, ഉച്ചാരണവും one accent and one mode of expression. അതുപോലെയാണ്. അപ്പോൾ എത്ര കൃത്യമായിട്ട് പറഞ്ഞു. ഈ വേൾഡിലെ മുഴുവൻ ആളുകളുടെയും ഒറ്റ ഭാഷയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? It's quite difficult for us to compromise or understand that the whole world was having just one accent and one mode of expression. ശ്രദ്ധിച്ച ഈ മനുഷ്യർ ഈ ഗോപുരം, ബാബേൽ ഗോപുരം പണിതപ്പോൾ ഈ പണിത പണി കാണാൻ വേണ്ടി കർത്താവ് ഇറങ്ങി വരിക. കർത്താവ് ഇറങ്ങി വന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയുമൊന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അത് അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും. ഇമാജിൻ എന്നാ കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷ്. ഇമാജിൻ, ഭാവന കാണുക, അല്ലേ? ഭാവന എന്നല്ല വാക്ക്, ഭാവിക്കുന്നതൊന്നും അസാധ്യമാകത്തില്ല. To those who imagine, nothing will be impossible. തെളിച്ച് പറഞ്ഞാൽ നീ സ്വപ്നം കാണുന്നതൊന്നും നിനക്ക് അസാധ്യമാകത്തില്ല. In simple, we can say to those who imagine, nothing will be impossible. അപ്പൊ നീ സ്വപ്നം കാണുന്നതും നീ നിരൂപിക്കുന്നതും ഒന്നും നിനക്ക് അസാധ്യമാകാതിരിക്കാൻ ഒറ്റ കാര്യം നടന്നാൽ മതി, ലാംഗ്വേജ് മാറിയാൽ മതി. Just change the language so that what we dream and imagine can come to pass. ഭാഷ മാറണം, ഭാഷ മാറണം. Our language must change. അവിടെ പറയുന്നത് ആ ഭാഷ ഒന്നായിരുന്നത് കൊണ്ട് അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അസാധ്യമായിരുന്നില്ല. The word of God is telling that since their language was one, all that they imagined came to pass and nothing was impossible. അവിടെ ദൈവം ഭാഷകളെ കലക്കി കളഞ്ഞതായിട്ട് കാണുന്നു. We can see that God is confusing their languages. അവിടെ ദൈവം ഭാഷകളെ കലക്കി കളഞ്ഞു. They're mixing their languages. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ
But in the Acts of Apostles, കർത്താവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന to those who were waiting for the promise of God, യേശു പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞതിന് പ്രകാരം 1-ാം അധ്യായത്തിൽ തന്നെ നമുക്കറിയാം ആളുകൾ കൂടിയിരുന്ന് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. the promise that Jesus had given about the Holy Spirit to those who were waiting, we can see in chapter 1 about it. About 120 people had come and were waiting in chapter 2. ഒരു ഭാഗത്ത് ഭാഷകൾ കലക്കി കളഞ്ഞു. ഒരേ ഭാഷയായിരുന്നു. ആ ഭാഷകൾ മുഴുവൻ ചെതറി ആളുകളെ മുഴുവൻ ചെതറി, ആ ഭാഷ മുഴുവൻ ചെതറി, പല ലാംഗ്വേജ് ആയി. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ പുതിയ സഭയുടെ മേൽ കർത്താവ് ആ ഭാഷയെ മടക്കി തരികയാണ്. In one side we can see that God is mixing languages, but in the New Testament we see that God is joining it and making it ഓരോ one. ഭാഷയുടെയും പുറകിൽ ഒരു സംസ്കാരമുണ്ട്. There is always a culture behind a language. ബൗണ്ടറികളുണ്ട്. There are boundaries in languages. എന്താ പറയാ, വേർതിരിവുകൾ അല്ലേ. നമുക്കിപ്പോൾ ഒരു മലയാളിയെ കണ്ടാൽ മലയാളിയാന്ന് എവിടെ കണ്ടാലും മനസ്സിലാവും. We can always understand a Malayali when we look at a person. പ്രത്യേകിച്ച് ഈ സൗത്ത് സൈഡിലുള്ളവരെ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. Especially to those who are in the south, we can understand them by their look. നോർത്തിലോട്ട് പോയാലും നോർത്തിലുള്ളവരെ കണ്ടാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. When we go to the north, we can see and understand that they are from north. അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റ് സൈഡിലോട്ട് പോയാൽ അവരെ കണ്ടാലും നമുക്ക് മനസ്സിലാവും. When we go to the northeast, likewise we can understand them by their looks. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് കർത്താവിൽ. പലപ്പോഴും ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം നമ്മൾ ഈ അതിർത്തിയൊക്കെ കാണുമ്പം ഓരോ ഏരിയയിലെ ആളുകളുടെ ഷേപ്പിന് പോലും വ്യത്യാസം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ചില സ്ഥലത്ത് നമ്മൾ എന്നാൽ കണ്ടാൽ ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. ഇത് ആരാന്ന് പോലും മനസ്സിലാകത്തില്ല. അതുപോലത്തെ ടൈപ്പ് ഫിഗർ ഉള്ള ആൾക്കാർ. I'm amazed of the different characteristics of people that are across the world. ഈ സംസ്കാരത്തിന്റെ പുറകിൽ ഭക്ഷണമുണ്ട്, വസ്ത്രധാരണമുണ്ട്, എന്താ പറയുക, അവരുടെ കുടുംബപരമായ ശൈലികളുണ്ട്. ഇതിനെല്ലാം പുറകിൽ കിടക്കുന്നത് ഭാഷയാണ്. Under culture, we can see dressing, we can see food, and many such things. But among that, we can see one common thing: language. അപ്പോൾ ഈ ലാംഗ്വേജിനകത്ത് ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. There are many mysteries that are hidden in languages. നമ്മൾ ഈ ഭൂമിയിലെ കാര്യം നോക്കിയോ, ഭൂമിയിലെ ലാംഗ്വേജുകൾ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറകിലുള്ള കൾച്ചറും അതിൻ്റെ പുറകിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാനുഷിക ബുദ്ധി മനസ്സിലാക്കാൻ പറ്റും. We can understand many cultures in the world. ഈ സ്വർഗത്തിലുള്ളതിൻ്റെ കോപ്പിയാണ് ഭൂമി കാണുന്നതല്ല. It is a copy of the heaven that can be seen in the earth. പലതും സ്വർഗത്തിലുള്ളതിൻ്റെ കോപ്പിയായിട്ടാണ് പറയുന്നത്. A copy of what is in heaven is in earth. ശ്രദ്ധിച്ചേ, നമുക്ക് ഈ ഒറിജിനൽ ലാംഗ്വേജ് നമ്മുടെ മേലെ ഓപ്പൺ ആയി കിട്ടിയാൽ, if we get the original language, എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാംഗ്വേജെ കുറിച്ചല്ല പറഞ്ഞ, സ്വർഗത്തിന്റെ ഭാഷ നമ്മുടെ മേൽ തുറന്നു കിട്ടിയാൽ, I'm not talking about a language that is in the earth or world, but a heavenly language. അത് നമ്മുടെ സ്വർഗീയ സംസ്കാരത്തിലോട്ട് കാര്യം തിരിക്കും. It is making us into a divine culture, a heavenly culture. ഹെവൻലി കൾച്ചറിലോട്ട് മാറ്റും. ഹെവൻലി കൾച്ചറിലോട്ട് It is changing us to a heavenly culture. ആമേൻ. Amen. അപ്പൊ ഈ ഭാഷ ഒന്നായാൽ, If the language is one, കാര്യം നിരൂപിക്കുന്നത് സാധിക്കുമെന്ന് അപ്പോസ്തലന്മാരല്ല പറഞ്ഞേ, പ്രവാചകന്മാരും അല്ല പറഞ്ഞേ, സാക്ഷാൽ ദൈവത്തിന്റെ വാക്കാണ്. God is telling to those whose language is one, their imagination will come to pass. Nothing will be impossible. അപ്പൊ നോക്കി, അതിന്റെ പ്രയോറിറ്റി നോക്കി, എത്രത്തോളം പ്രാധാന്യം ആ കാര്യത്തിന് ഉണ്ടെന്ന് നമുക്ക് ആ ഒറ്റ വാക്കിനകത്ത് അറിയാൻ പറ്റും. Look at the priority and the importance of that. എല്ലാ കാലത്തും പരിശുദ്ധാത്മാവിനെ എതിരെ ചിന്തിച്ചവരും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാത്തവരും കൃപാവരങ്ങളെ വിശ്വസിക്കാത്തവരും അതിനെതിരെ സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എല്ലാ കാലത്തും There are always people who doubt and critic the gift of tongues. ഈ നമ്മുടെ വിഷയം, നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ എതിരെ നിൽക്കണോ അതോ കർത്താവിൻ്റെ കൂടെ പോകണമെന്ന് ആദ്യം അങ്ങോട്ട് ചിന്തിച്ചാൽ നമുക്ക് പിന്നെ പരിപാടിക്ക് ചിലതിനോട് ബൈ പറയാൻ പറ്റും. Let our concern tonight be what is to take from the gift of tongues.
Amen. അല്ല, ഈ ഒരു കാര്യം ഏറെ വിവാദമാകുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ സംതിങ് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം കിടപ്പുണ്ട്. If there is something controversial that is rising, there is some mystery behind it. ഏറ്റവും വിവാദമാക്കപ്പെടുന്ന വിഷയം വേറെ ഒരു വിഷയമല്ല, ടങ്സ് ആണ്. The most discussed thing in this world is the gift of tongues. അപ്പൊ അതിന്റെ അർത്ഥം അത്രത്തോളം ഗൗരവമായ ഒരു കാര്യം അതിന്റെ പുറകിൽ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. That means that there is a very big importance to this topic. അപ്പൊ ചിലർ പറയാറുണ്ട്, ഈ നമ്മൾ ഈ സഭയിൽ ഇരുന്ന് പറയണ്ട. There are some people who tell that we should not speak in tongues in the church, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മതി. but individually. അപ്പൊ എനിക്ക് കിട്ടിയൊരു മറുപടി ഞാൻ പറയാം. ഇതെല്ലാം എൻ്റെ അകത്ത് കർത്താവ് ഇടപെട്ട കാര്യങ്ങളാണ്. But let me tell you what God had spoken to me about this matter. ഈ കൊരിന്തു സഭ പോലൊരു സഭയാണ് നമ്മുടെ സഭയെങ്കിൽ If our church is like the church in Corinth, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതി. we just have to tell like that. കൊരിന്തു സഭയെ സംബന്ധിച്ച് കൊരിന്തു സഭ അങ്ങനെയായിരുന്നു. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭയായിരുന്നു. The church of Corinth was lacking of no gifts. അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റിനും കുറവില്ലാത്ത സഭ ഇന്നുണ്ടെങ്കിൽ ആ സഭയിലുള്ളവർക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയും. Likewise, if our churches are like the church of Corinth, we just have to be speaking in tongues individually. പക്ഷെ ഇന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വേണ്ടാത്തതെല്ലാം നമ്മൾ കയറി പിടിക്കും. പക്ഷെ സഭയ്ക്ക് വേണ്ട ഏറ്റവും വലിയ മർമ്മം, but in the church we grab those that are unimportant, but the most important thing we lack. ചെറിയൊരു ജലദോഷം വന്ന അപ്പോഴേ നമ്മൾ മറ്റേ സാധനം തപ്പിപ്പോകും, എന്താ പാരസെറ്റമോൾ. If we have a small type of sickness also, we go to a Panadol. ആ മോളോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് ഇഷ്ടം കൂടിയിട്ടുണ്ട്. ഈ കോവിഡ് വന്ന പിന്നെ ഞാൻ സത്യം പറഞ്ഞു, എൻ്റെ അകത്ത് കർത്താവ് ഇടപെട്ടൊരു കാര്യമാണ്. ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് എൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഭയമുണ്ടല്ലോ, എല്ലാവർക്കും അകത്ത് ഭയമുണ്ട്. മനുഷ്യരാണല്ലോ, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാലും നമ്മൾ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. അപ്പം ഭയം വന്നപ്പോൾ എൻ്റെ അകത്തൊരു കാര്യം, ഇവിടെ ഡേവിഡിൻ്റെ ദൈവം ഉള്ളവന് കോവിഡിനെ പേടിക്കണ്ട. ഞാനങ്ങ് വിശ്വസിച്ചു കേട്ടോ. നിങ്ങൾ ഇച്ചിരി കൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനതങ്ങ് വിശ്വസിച്ചു. എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ടായത് ആ സമയങ്ങൾ, ആ തുടക്ക സമയത്താണ്. മൂന്നാമത്തെ മോനുണ്ടാകുന്നത്, ഇളയ മോനുണ്ടായത് ഏതാണ്ട് തീരുന്ന സമയങ്ങളാണ്. പക്ഷെ 2 പേർക്കും ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ജലദോഷപ്പനി പോലും വരാതെ ആ സമയങ്ങളിൽ കർത്താവ് സൂക്ഷിച്ചത് ഞങ്ങൾക്ക് നല്ലതായിട്ട് അറിയാം. I believe to those, especially to me, as the blood of Jesus was upon me, there was no sickness that could നമ്മുടെ മേൽ arise. കിടക്കുന്ന ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ അപാരമാണ്. There is a divine protection on our lives. നമ്മളത് വിശ്വസിക്കുന്നവരുമാണ് നമ്മുടെ മേൽ മാനിഫെസ്റ്റ് ആകുന്നത്. To those who believe, this manifestation will come to pass. നമ്മൾ എന്ത് കാര്യത്തിനകത്ത് നമ്മൾ വിശ്വസിക്കുന്നതിനകത്തൂടെ അത് ഓപ്പറേറ്റ് ആകും. Let us believe, and likewise, നമ്മൾ ഇതിനോട് മുഖം തിരിഞ്ഞു നിന്നാൽ ഒരിക്കലും പ്രാപിക്കാൻ ഒക്കത്തില്ല. if we change our hearts, we cannot receive നമുക്കൊരിക്കലും this. ദൈവ വിഷയങ്ങളിൽ, ദൈവിക കാര്യങ്ങളോട് നമുക്കൊരു എതിർപ്പ്, നമ്മുടെ ഒരു എതിരഭിപ്രായം വന്നാൽ ആ സാധനം നല്ലതല്ല. If we have a critical mind to what's godly, we are not. Critical mind എന്ന് പറയോ, ഒരു റെബല്യസ് മൈൻഡോ അല്ലെങ്കിൽ വിമർശനം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വന്നാൽ ഒരിക്കലും നമുക്ക് കർത്താവിൽ നിന്നുള്ളത് പ്രാപിക്കാൻ ഒക്കത്തില്ല. We cannot get from God if we have a critical mind. പക്ഷെ ഒരു കാര്യം കർത്താവിനോട് പറയാം, കർത്താവേ നിന്റെ വചനം സത്യമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ യേശു പറഞ്ഞില്ലേ, പിതാവിനോട് പറഞ്ഞില്ലേ, പിതാവേ അങ്ങയുടെ വചനം സത്യമാകുന്നു. We all can say together that the word of God is true. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഈ വചനം സത്യമായതുകൊണ്ട് ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് വചനത്തിലുള്ളത് കൊണ്ട് എനിക്ക് കർത്താവ് തരണം എന്നൊരു മനസ്സോടെ പ്രാർത്ഥിക്കാമെങ്കിൽ കാര്യങ്ങൾ തിരിയും. Our lives will change if we have the desire and say that it is written in the word of God and I believe it and I desire it likewise. Amen. Amen. നമ്മുടെ എല്ലാം വിശ്വാസത്താലാണ്. എന്തും വിശ്വസിക്കുന്നതിനകത്തൂടെ മാത്രം. രക്ഷ തന്നെ വിശ്വാസത്തിൽ ഏറ്റു പറഞ്ഞുകൊണ്ടല്ലേ തുടങ്ങുന്നത്. രക്ഷിക്കപ്പെട്ടത് പോലും വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് തുടക്കം പോലും.
It is all coming to pass through faith and through belief. അപ്പൊ ഈ കൃപാവരങ്ങളുടെ കാര്യത്തിലും ഇത് നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ മേൽ അത് വെളിപ്പെടുന്നത്. Likewise is the gift of the Holy Spirit. As we have faith and move forward, we will receive it. കൊരിന്ത്യർ ലേഖനത്തിൽ 14-ാം അധ്യായത്തിലോട്ട് വരുമ്പം When we turn our Bibles to Corinthians chapter 14, രണ്ടാമത്തെ വാക്യത്തിലൂടെ വന്നേ. അന്യഭാഷയിൽ Verses 2. സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. കണ്ടോ, ചിലക്ക് തിരിച്ചറിയണമെന്ന് വലിയ നിർബന്ധമാണ്, പക്ഷെ വചനം പറയുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എടാ തമ്പുരാൻ അറിയണ്ടെന്ന് പറഞ്ഞാ നീ അറിയണ്ട, Some അപ്പുറത്ത് കച്ചേരിയില്ല. some have that desire to understand what the gift of tongues is. ഈ കർത്താവിനോട് എല്ലാത്തിനും കയറി നിർബന്ധം പിടിക്കല്ലേ. കർത്താവ് വേണ്ടാന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ എന്താന്നങ്ങ് എന്താ പറയാ തിരയാൻ പോകണ്ട. അപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട കർത്താവ്. If the Lord is telling no, it is a no for us also. നമ്മൾ കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങൾ മക്കളെ അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചിലപ്പം ചില പല ടൈപ്പ് പിള്ളേരുണ്ട്. ചിലരുടെ ക്യാരക്ടർ അത് എന്തുകൊണ്ട് അപ്പൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ തിരിഞ്ഞ് ചോദിക്കുന്ന കാര്യങ്ങൾ. If we tell our children a no, പക്ഷെ ചില മക്കളുടെ കാര്യത്തിൽ അപ്പം പറഞ്ഞു ബൈ. Some children right away obey their അപ്പം parents. പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വേണ്ട. Just because എന്തെങ്കിലും പുറകിൽ കാര്യം കാണുന്ന അപ്പൻ പറഞ്ഞത് കാര്യമുണ്ടെന്ന് മക്കൾക്ക് മനസ്സിലായാൽ മക്കൾ പിന്നെ പുറകെ തിരയാൻ പോകത്തില്ല. Just because their parents are telling no, their children will just obey just because the parents have told and move forward. അന്യഭാഷയെ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല എന്ന് പറഞ്ഞേക്കുന്നു. To those who speak in tongues is not speaking to men but to God. മനുഷ്യരോടല്ല, Not to men ദൈവത്തോടത്ര സംസാരിക്കുന്നു. but to God. എന്ന് പറഞ്ഞ സഭയിൽ ഇരുന്ന് പറഞ്ഞാലും വേറെ ആരോടും പറയാൻ പറ്റത്തില്ലെന്നേ. Which means even if we say in church, we are not saying it to someone over here. സഭയിൽ ഇരുന്ന് പറഞ്ഞാലും ഇത് വേറെ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് അല്ല. We are not communicating this language with a person in our church. ഇത് സഭയിൽ ഇരുന്ന് പറഞ്ഞാലും നീ വണ്ടി ഓടിക്കുമ്പോ പറഞ്ഞാലും നീ വീട്ടിലിരിക്കുമ്പോ പറഞ്ഞാലും ദൈവത്തോട് മാത്രമേ ഇതിനകത്തൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. If you are saying it in church or in car or elsewhere, it is you communicating to God alone. ദൈവത്തോട് മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഭാഷയാണ്. A language that you can speak alone to God. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോട് അല്ല. എന്തിനാ അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെച്ചേ? Why is the word written like this? മനുഷ്യരോടല്ല, Not to men, ദൈവത്തോട് അത്രേ സംസാരിക്കുന്നു. but to God. അടുത്ത വാക്ക്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. For no one understands or catches his meaning. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. No one understands or catches his meaning. അടുത്ത വാക്ക്, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. He utters secret truths and hidden things. മർമ്മങ്ങൾ എന്ന് നമ്മൾ പറയും മിസ്റ്ററീസ് എന്ന് സാധാരണ പറയാറുള്ളത്, പക്ഷെ ഇതിനകത്ത് കിടക്കുന്നത് utters secret truths, രഹസ്യമായ സത്യങ്ങൾ. Uttering secret truths. ഇപ്പൊ ഹിന്ദി അറിയാവുന്നവർ, എനിക്ക് ഹിന്ദി അറിയത്തില്ല, അപ്പൊ ഹിന്ദി അറിയാവുന്ന ആൾക്കാര് മലയാളികൾ കൂടുമ്പം, മലയാളികൾ നമ്മുടെ വീട്ടിലൊക്കെ, നിങ്ങൾ വീട്ടിലൊക്കെ വരുമ്പം ചിലപ്പം വീട്ടിൽ സാധനങ്ങൾ വേണ്ടതില്ല, ഗസ്റ്റ് വന്നു, അപ്പൊ ഭർത്താവിനോട് ഭാര്യ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമുണ്ട്. അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പിടിച്ചു, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഈ ഭാര്യ ഭർത്താവിനോട് പറയും സാധനം ഇന്ന സാധനം, അത് ചിലപ്പോൾ ആംഗ്യം കാണിക്കാതിരിക്കാം, ചുണ്ടനക്കായിരിക്കാം, പക്ഷെ കാര്യം മനസ്സിലായി. വന്നയാള് കേൾക്കേണ്ട കാര്യമില്ല, പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായി. സീക്രട്ടാണ്. അപ്പൊ ഇത് എല്ലാരും കേൾക്കുകയാണ് പറയുന്നതെങ്കിലും എല്ലാരും അറിയണമെന്ന് പറഞ്ഞാൽ പിന്നെ രഹസ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? To those who speak Hindi or any other languages, when we go to a home and guests are there, we can the parents, the husband and wife speaks in a secret language if something is lacking in the house. Likewise is the importance of speaking in one language, a secret language in our lives. Amen. അപ്പൊ ചിലർക്ക് വലിയ നിർബന്ധമാണ് ഇത് അറിഞ്ഞേ പറ്റി. എടാ ഇത് അറിഞ്ഞാൽ പിന്നെ ആ രഹസ്യ സ്വഭാവം പോയില്ലേ? But for some, they have the desire to know what that meaning is. ഞാൻ പറഞ്ഞ ആ ഭാഷയുടെ അർത്ഥം പോയി. But if we understand that meaning,
the importance of the language is lost. അർത്ഥം പോയി. പൈശാചിക ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. A language that the world cannot understand or the devil cannot understand. പൈശാചിക ഡിമോണിക് വേൾഡിന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത ലാംഗ്വേജ് ആണ് അന്യഭാഷ എന്ന് പറയുന്നത്. A language that the demonic world cannot understand. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിലയിൽ ആയിപ്പോയ ആ ഭാഷ കൊണ്ട് എന്താ അർത്ഥം? If this language can be understood by all the people, what's the importance of this language? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Hope you can understand this. കർത്താവിന് സ്തോത്രം. Hallelujah. ആമേൻ. Amen. അപ്പൊ ഇങ്ങനെ വേണ്ടാത്ത കുറെ സാധനമെല്ലാം കൂടെ നമ്മുടെ ഇടയ്ക്ക് ആരാണ്ടോ കൊണ്ടിട്ടേച്ച് അതെല്ലാം കൂടെ തപ്പി നമ്മുടെ അകത്തോട്ട് കയറ്റി ഇത്ര വലിയ കാര്യത്തെ നമ്മൾ അങ്ങോട്ട് അവിശ്വസിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തിൽ വേണ്ട നിലയിൽ മുന്നേറാൻ പറ്റാതെ നമ്മൾ പലയിടത്തും സ്റ്റക്കായി പോയത് ഇതൊരു പ്രധാന റൂട്ടാണ്. We get stuck in our spiritual life because we are having these doubts and these things in our hearts to understand. അപ്പൊ ഈ നമ്മൾ എവിടെ ഇരുന്നാലും ദൈവത്തോടല്ലേ സംസാരിക്കാൻ പറ്റൂ. Wherever we are, as we speak in this language, we are speaking it to God alone. ഈ പൗലോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you come observed a person named Paul? കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്ന ആളല്ല. Not a person who walked with Jesus for 3.5 years. പക്ഷേ തിരുവത്താഴം എടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന വാക്യം പൗലോസ് എഴുതിയ വാക്യമാണ്. But we read the words of Paul while conducting the Lord's Supper. ഒരാളോട് സുവിശേഷം പറഞ്ഞു രക്ഷയെക്കുറിച്ച് പറയാൻ നമ്മൾ എടുക്കുന്ന വേദഭാഗം റോമാലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചതാണ്. The verses that we take for others to get saved, it's the verses and the words of Paul. വിശുദ്ധീകരണത്തെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും അടക്കം സകലമാന മർമ്മങ്ങളും കിടക്കുന്നത് പൗലോസ് എഴുതി വെച്ചതാണ്. On justification and sanctification, the words are written by Paul. സ്നാനത്തിന്റെ മർമ്മം അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായേ? How did he understand the mystery of baptism? രക്ഷിക്കപ്പെട്ടവൻ പാപം സംബന്ധിച്ച് മരിക്കുകയാണെന്ന് പറയുമ്പോൾ പാപസംബന്ധമായി മരിച്ച മനുഷ്യനെ വെള്ളത്തിൽ കുഴിച്ചിടുകയാണ് സ്നാനം, അല്ലെങ്കിൽ യേശുവിന്റെ മരണയടക്ക പുനരുത്ഥാനത്തോ ഏകീഭവിക്കുന്ന സ്നാനം എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പം ഇതെങ്ങനെ ഇദ്ദേഹത്തിന് പിടികിട്ടിയേ? How did he understand this mystery? ഇത് മുഴുവൻ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് വേറെ നിലയിലായിരുന്നു. He understood all these mysteries about the heavenly secrets because he had the language of tongues. അതായത് ഈ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, what I received from the Lord and that I am giving it to you all. ഇത് എവിടുന്ന് കിട്ടിയതാ? Where did he receive this? കൊരിന്ത്യലേഖനം വായിക്കുമ്പം ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ അറിയുന്നു. When we read the book of Corinth, 2 Corinthians, we see that he had been taken to the third heavens. തന്റെ അനുഭവമാണെങ്കിലും തന്റെ ആന്ന് പറയാതെ പറയാണ്. Not his experience, but he's telling as if it is his own അവിടെ പറയുന്ന കാര്യം experience. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ കഴിയാത്ത ഭാഷകളെ ഞാൻ അവിടെ കേട്ടു. He is telling that he heard languages that are not spoken in the world. ഈ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ Chapter 14 verses 18 നിങ്ങൾ says, എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God that I speak in tongues more than any of you or all of you put together. അപ്പൊ ഈ കർത്താവ് കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും കർത്താവിന്റെ കൂടെ ഇല്ലാത്ത ആൾക്ക് കർത്താവിന്റെ ശിഷ്യന്മാരായി കൂടെ നടന്നവർ എഴുതാത്തതുപോലെയുള്ള കടുപ്പമേറിയ കാര്യങ്ങൾ ഇദ്ദേഹം എഴുതാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ ലാംഗ്വേജ് വേറെ നിലയിലായിരുന്നു. അദ്ദേഹം എപ്പോഴും ദൈവത്തോട് സംസാരിച്ച് നടക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് സഞ്ചരിക്കുന്നയാളായിരുന്നു. So the person who didn't walk with Jesus while he was on earth, he is having
and getting these mysteries because he had this one language of tongues. ആമേൻ. നിങ്ങൾ ഇരുന്ന് വളരെ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. Verses 4 says, he who speaks in tongue edifies and improves himself. തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. He's edifying himself through this. അപ്പൊ ഈ തനിക്ക് താൻ ആത്മീക വർധന വരുത്താൻ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ദൈവബന്ധത്തിൽ വളരാൻ ദൈവം വെച്ചേക്കുന്ന മാധ്യമമാണ് അന്യഭാഷ. So to edify ourselves, the tool is the gift of tongues. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സംസാരിക്കാൻ ശീലിക്കണം. We have to speak in tongues and let that be our അത് culture. നമ്മളൊന്ന് ശീലിക്കണം, പ്രാക്ടീസ് ചെയ്യണം. Let that be our practice. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ ശീലിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം കീബോർഡ് വായിച്ച് പാട്ട് പാടിക്കഴിഞ്ഞ് ഒരു പാട്ട് പാടി നമ്മൾ പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒറ്റ പാട്ടിൻ്റെ 3-ാമത്തെ വരി പാടുന്നതിന് മുമ്പേ അന്യഭാഷയിലോട്ട് പോകും. We all have this habit of speaking in tongues when we sing the last song at the last പിന്നെ stanzas. മണിക്കൂറുകൾ ആത്മാവിൽ ആരാധിച്ച് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരുന്നു പഴയ സഭയുടെ അന്തരീക്ഷം. The old churches had this particular thing of praising God only at that particular time. അപ്പോൾ ഇത് ഈ കുറെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഈ പാട്ട് പാടിക്കഴിഞ്ഞും കീബോർഡ് വായിച്ചും നമ്മൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ഒക്കെ സന്തോഷമാണ്, അതിനകത്തൊക്കെ കാര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് മാത്രം നിൽക്കല്ല. But down the ages, let us understand that let us not comprehend to only that particular time. കാരണം നമുക്ക് കീബോർഡ് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. Because we cannot carry instruments likewise. ഈ ചർച്ച് ഒരു വർഷിപ്പിന്റെ ചർച്ചാണ്. This church is a church of worship. എനിക്ക് വിശദമായിട്ട് നിങ്ങൾ പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു പ്രയർ നടത്താൻ വേണ്ടി, ഒരു വർഷിപ്പ് നടത്താൻ വേണ്ടി സ്ഥലത്തോട്ട് പോകുമ്പം എന്തുമാത്രം സാധനങ്ങൾ അറേഞ്ച് ചെയ്താൽ പറ്റും നിങ്ങൾക്ക് പോകാൻ, അല്ലേ? I don't have to make you understand about this matter. അപ്പൊ ഈ നമുക്കൊരു നമ്മുടെ കൂടെ എപ്പോഴും എബിപ്പാസ് ഇങ്ങനെ നമ്മളെ പ്രചോദിപ്പിക്കാൻ കൂടെ ഇല്ല. Every pastor is not with us to encourage at all times. അല്ലെങ്കിൽ ഇവിടെയുള്ള ലീഡേഴ്സ് ആരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകത്തില്ല. Not all leaders are there at all times for us to encourage us. നമ്മൾ ഇവിടെ കൂടി വരുമ്പോൾ ഒന്നിച്ചിരുന്നൊന്ന് തീ പിടിച്ചു പോകാൻ വേണ്ടി വരുന്നതാണ്. We are all together to be enlightened by the Spirit. ഈ ഞായറാഴ്ച പണ്ട് ഈ കൂടി വരുമ്പം കത്തണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം അല്ലാതെ തന്നെ പോയി കെട്ടുപോകുന്നത് എന്തിനാ? Why are we ഞായറാഴ്ച ഇവിടെ വന്നിരുന്നൊന്ന് കൂടിയിരുന്ന് കത്തി ചാർജ് ആക്കാൻ, മറ്റേത് ലാംഗ്വേജ് ഒന്ന് മാറ്റാൻ, ഒന്നുകൂടെ ഒന്ന് ഒരയ്ക്കാൻ അതിനുള്ള അവസരമാ. Let this be അപ്പൊ ഇവിടെ വരുമ്പോ ഇത് വേണ്ടാന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഇത് എന്തോ ചെയ്യും? എവിടെ കിട്ടും? പിന്നെ where will we get the gift of ഇവിടുന്ന tongues? എനർജി കിട്ടുന്നേ, ഇവിടുന്ന ഇതിന്റെ പ്രൊഡക്ഷൻ എന്താ പറയാ? പ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് എന്താ പറയാ, ജനറേറ്ററോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇതിനകത്തൊന്ന് ഉത്സാഹിപ്പിക്കാൻ പറ്റുന്ന സ്ഥലം സഭയാണ്. The only place we can receive these and get encouraged and energized is in the church. ലാംഗ്വേജുകൾ അപ്ഡേറ്റഡ് ആകാൻ ഒക്കെ ഭയങ്കര അവസരമുള്ള സ്ഥലം സഭയാണ്. The only place where we can get updated in the gift of tongues is in church. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് ഈ കൂടിവരവിനകത്ത്. അപ്പൊ ഈ കൂടി വരുമ്പോ പറയാൻ പാടില്ലെന്ന് പറഞ്ഞാ പിന്നെ പോയി. It is all happening in the assembly of God. കൂടി വരുമ്പോ പറയാൻ പറ്റത്തില്ല, നീ വീട്ടിൽ പോയി ഒട്ടും പറയാൻ പോകുന്നില്ല. ഇപ്പൊ കൂടി വരുമ്പോ തന്നെ പറയാനില്ല. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കിയ ലോകത്തിൽ എന്തുണ്ടോ അതെല്ലാം പലതും നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും കേൾക്കുന്നതിൻ്റെയും പലതും നടക്കുന്നതിൻ്റെയും പുറകിൽ ദൈവത്തിൻ്റെത് നമ്മൾ വേണ്ടാന്ന് വെച്ചു പോയോ? Only because we are compromising to the world. ഞാൻ പറയും, the worldly things are increasing in the land. എന്നാൽ നമുക്ക് ഇവിടെ വന്നൊന്ന് നമുക്ക് കിട്ടുന്ന ആ പവറിനകത്ത് നമ്മളൊന്ന് തീ പിടിച്ച് ജ്വലിപ്പിക്കുക എന്നുള്ള വാക്കാണ് ബൈബിൾ പറയുന്നത്. പൗലോസ് പറയുന്ന എൻ്റെ കയ്യാൽ നിന്റെ ഉള്ളിലെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക എന്ന് പറയുന്ന വാക്കാണ്. Let us fan into flame the gifts of tongues, the gift of Holy Spirit. ജ്വലനം നടക്കുന്ന സ്ഥലവും ജ്വലിപ്പിക്കാൻ പറ്റുന്ന സ്ഥലവുമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. It is in this
unity or the assembly that this happens. അപ്പൊ ഇവിടെ ഇത് നമുക്ക് അവസരം കൂടുതൽ ഉണ്ടാകേണ്ട സ്ഥലമാണ്. അന്യഭാഷ പറയാനും ആത്മാവിൽ ആരാധിക്കാനും ഒക്കെ നമ്മുടെ മേൽ ഏറ്റവും കൂടുതൽ അവസരം ഉണ്ടാകേണ്ട സ്ഥലം ചർച്ചാണ്. The best opportunity to enlighten this opportunity is in the church. ഈ പട്ടണത്തിൽ ആത്മതലം തുറക്കപ്പെടാൻ ഈ ദൈവസഭയെ ഒത്തിരി ആരാധനയിൽ ഉപയോഗിച്ച സഭയാണ്. This church is a church where heavenly gates are opened when worship is happening. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കർത്താവ് ഞങ്ങൾ ഇടപെട്ടൊരു കാര്യം പറയാം. വർഷിപ്പും പ്രയറൂടെ ഒന്നിച്ചു പോയാൽ, If worship and prayer is coming together, ഞാൻ ഇച്ചൂടെ ചേർത്ത് പറയാം, പ്രൊഫറ്റിക് വർഷിപ്പും പ്രൊഫറ്റിക് പ്രയറൂടെ ഒന്നിച്ചു പോയാൽ, if prophetic worship and prophetic prayer is going together, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങളിലോട്ട് കർത്താവ് കൊണ്ടുപോകും. God will take you to places unimagined. Amen. Hallelujah. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവ് എനിക്ക് ഇതിനകത്തൊരു അപ്ഡേഷൻ വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കും? How many of you all have that desire to have an updation in the tongues? Amen. Amen. 2006 എനിക്ക് തോന്നുന്നു. In 2006, 2006 ആണെന്ന് എനിക്ക് തോന്നുന്നു. 2006 ഞാൻ മറക്കത്തില്ല ഒരിക്കലും. I will never forget that year. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ദിവസം ആ ദിവസമായിരുന്നു. A joyful day in my life. അന്ന് എനിക്ക് എബിപാസ് ആരാന്ന് അറിയത്തില്ല, എക്സോസ് ചർച്ച ഏതാന്ന് അറിയത്തില്ല, ആരെയും അറിയത്തില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച സാന്നിധ്യം എന്നെ കൊണ്ടുപോയത് ഭയങ്കര സന്തോഷത്തിലേക്കാണ്. The presence of God that took me was very joyful. Neither did I know the pastor or the church or the people in the അങ്ങനെ ഒരു church. മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യാൻ ഈ ദൈവമനുഷ്യന്മാരുടെ അകത്ത് ദൈവം കൊടുത്ത നിയോഗം അത് അവരനുസരിച്ചില്ല, അവർ ചെയ്തില്ലായിരുന്നേ ഞാൻ എന്തായി പോയേനെ. If the leaders of that time had not been obedient to the voice of God, what would have been my situation? ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ വൈഫിനോടും ചിലരോടൊക്കെ ഞാൻ അടുത്ത് സഹകരിക്കുന്നത് പറയാറുണ്ട്, ഒരു 25 വയസ്സിന് മേപ്പോട്ട് ജീവിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ആളാണ്. To those who are close, I often tell that I was not a person who could cross 25 years. അതുകൊണ്ട് ഒന്നുകിൽ എൻ്റെ ടെസ്റ്റിമണിയൊക്കെ പറയാൻ പോയാൽ നിങ്ങൾക്ക് സമയം പിന്നെ എടുക്കും. ഞാൻ പറയാം, ഈ ഒന്നുകിൽ ആത്മഹത്യ ചെയ്തതിന്, I would have done suicide, അല്ലേ ജയിലിൽ പോയേനെ, or been in jail, അല്ലേ വട്ടായി പോയേനെ. or been mad. ഈ 3 കാര്യത്തിൽ തീർന്നേനെ ഏതെങ്കിലും ഒന്നിനകത്ത്. My life would have ended in any of these 3. അത്രയ്ക്ക് നരകം വിളയാടിയ വീട്ടിനകത്തുനിന്ന് അതിനെ കർത്താവ് പുറത്തെടുത്തേ. God had changed and picked me up from that situation. പിശാച് നൃത്തം ചവിട്ടിയ വീട്ടിനകത്തുനിന്നാണ് യേശുവിനെ പൊക്കിയത്. God picked me up where devil was having victory in my life. നമ്മുടെ ബ്ലഡിനകത്ത് ജീസസിന്റെ ബ്ലഡ് ഉണ്ട്. In our blood there is the blood of Jesus. ആമേൻ. Amen. തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്ന വചനം പറയുന്നു. The word of God says we are sealed by the power of the Holy Spirit. അത്ര അസാധാരണ പ്രൊട്ടക്ഷൻ നമുക്കുള്ളവരാണ്, We ചെറിയ ആൾക്കാരല്ല. are having the protection of that big power. അപ്പൊ ഞങ്ങള് ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ വന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ ഈ പശുക്കിടാക്കളൊക്കെ ഉണ്ടാകുന്ന ചത്തുണ്ടാകുമായിരുന്നു. As I had these wicked experiences. അല്ല മോനെ, പശുക്കിടാക്കൾ ചത്തുണ്ടാകും, അല്ലെ ഉണ്ടായ ഒരു 22 ദിവസം ആകുമ്പോൾ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ചാകും. Cows were born from dead. ഇത് ഇവിടെ മനസ്സിലാകാത്തവരുണ്ട്, ഇവർക്ക് നിങ്ങൾ പിന്നെ പറഞ്ഞു കൊടുക്കണേ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ചർച്ചിൽ എത്ര പേരുണ്ടോ അത്രയും പേരും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. എല്ലാവരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാർ, പിള്ളേർ ഇവിടെ നിൽക്കുന്നതാകുമ്പോൾ എനിക്ക് ഇവരുടെ അകത്തോട്ട് ഈ തീയൊക്കെ വീണാൽ കർത്താവ് ഈ പട്ടണം ഇളക്കി മറിക്കാൻ ഈ കുഞ്ഞുങ്ങൾ മതി. ഒരു ചർച്ചിന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ യൂത്താണ്. The town can change. ഞാൻ പറഞ്ഞ പ്രായമുള്ളവരെ ഞാൻ ഒരിക്കലും ഇത് ചെയ്തതല്ല. പ്രായമുള്ളവർക്ക് ദൈവം അത് വേറൊരു നിലയിൽ ദൈവം അവരെ ഉപയോഗിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ ദൈവം തന്നതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവിന് ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. God can do wonders through youths and children. ആമേൻ. Amen. ഇവരുടെ മേൽ ഈ പ്രാർത്ഥനയുടെ തീ അങ്ങോട്ട് വീഴണം. Let the power of prayer move upon them. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ സിറ്റുവേഷനകത്തുനിന്ന് ഞാൻ വിശ്വാസത്തിൽ വന്നപ്പം എനിക്ക് ഇങ്ങനൊരു അഭിഷേകം എൻ്റെ മേൽ വീഴാൻ നിമിത്തമായത്
ഈ ദൈവസഭ അങ്ങനെ പ്രയർ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിനകത്താണ് എൻ്റെ മേൽ എന്നെ പോലെ എത്രയോ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചു കാണുന്നു. This anointing came to me through that prayer moment that ഞാൻ happened. പറഞ്ഞ ആർക്കും അറിയത്തില്ല ആരുടെയും ചരിത്രം, പക്ഷെ ദൈവത്തിന് എല്ലാം അറിയാം. We don't know the history of many people, but God knows our history. അന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച് ഞാൻ തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആ മീറ്റിങ്ങിനകത്ത് അഭിഷേകം പ്രാപിക്കുന്നത് 6 മാസത്തോളം കാത്തിരുന്നിട്ടാണ് അഭിഷേകം പ്രാപിക്കുന്നത്. As I go back home after getting that anointment, അല്ല മോനെ, ഞാനൊരു 6 മാസത്തോളം കാത്തിരുന്നിട്ട് അഭിഷേകം പ്രാപിക്കുന്നു. it's after 6 months of വിശ്വാസത്തിൽ waiting വന്നൊരു that 6 I got the മാസം. ഞാൻ anointing. ഇങ്ങനത്തെ നിങ്ങൾക്ക് ഒറ്റവാക്കി പറയാം, ഈ കൊടിയ മന്ത്രവാദത്തിന്റെ ഇടയിൽ നിന്ന് കർത്താവിനെ കണ്ടു വിശ്വാസത്തിൽ വന്നു. അവിടുന്ന് ഭയങ്കര സന്തോഷമായി. എനിക്ക് എൻ്റെ അപ്പനെ നഷ്ടപ്പെട്ടിടത്തോട്ട് എനിക്ക് യേശുവിനെ കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അപ്പനോടുള്ള ഭയങ്കര അറ്റാച്ച്മെൻറ്റ് മുഴുവൻ കർത്താവിനോടായി. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ കിട്ടാന്ന് തെറ്റാണ്, അന്യഭാഷ കിട്ടാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശുവിനെ ഏറ്റുപറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്, പക്ഷേ അന്യഭാഷ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ സമയത്തങ്ങാണ്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. I came to faith after seeing all these witchcraft. So I had this earnest desire and I was waiting long for 6 months for the anointment of the Holy Spirit to be moved in my life. അപ്പോൾ അന്ന് ആ ദൈവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പം പ്രാർത്ഥിക്കാൻ ആളുകളെ മുന്നേ വിളിക്കുന്നു. അപ്പം ഞാൻ ഓടി വന്നു. എൻ്റെ അടുക്കൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് 2 ചെറുപ്പക്കാരെ അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് വിരലുകൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് പോയത് എനിക്കറിയാം. ആ 2 പേരും അഭിഷേകം പ്രാപിച്ചു. എന്നെ അദ്ദേഹം തൊട്ടുമില്ല, ഒന്നുമില്ല. പുള്ളി തിരിച്ചു കയറിപ്പോയി. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. In that meeting, the preacher had called those who have the hunger for being filled in the Holy Spirit to come forward, but the preacher didn't touch me but came back to the stage back. എപ്പോഴും എന്തെങ്കിലും കാര്യം നമ്മൾ പ്രതീക്ഷ സമയത്ത് നടക്കുന്നില്ലെങ്കിൽ നിരാശപ്പെടേണ്ട. സംതിങ് സ്പെഷ്യൽ ഈസ് വെയിറ്റിംഗ് ഫോർ യു. Don't be saddened in your heart if your time has not come yet, but God has something special for you. പോയിട്ട് പറയുന്ന വാക്യം ഇതാണ്. എലീശയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? Elijah is asking to Elisha, what shall I do for you? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. And Elisha is telling, I need a double portion. എനിക്കിത് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അന്ന് ഏലിയാവ് ആരാന്ന് എനിക്ക് അറിയത്തില്ല, എലീശ ആരാന്ന് പറഞ്ഞാൽ ഞാൻ പുറപ്പാട് പുസ്തകം വരെ അന്ന് ബൈബിൾ വായിച്ചിട്ടുണ്ട്. In that meeting, I don't know who Elijah and Elisha was. അപ്പൊ ഈ പുറപ്പാട് പുസ്തകം വരെ വേദപുസ്തകം വായിച്ച എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇനി ആദം ദൈവത്തോട് കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അല്ലെങ്കിൽ എന്താ പറയുക, മോശയോട് ദൈവം അഭിമുഖമായി സംസാരിച്ചു, അബ്രഹാമിനോട് ദൈവം സ്നേഹിതനെ പോലെ സംസാരിച്ചു. ഇങ്ങനെയുള്ള എൻകൗണ്ടറുകളുടെ സമയങ്ങൾ വരുമ്പം ഞാൻ കർത്താവിനോട് ഇതിൻ്റെ ഒരു ഗൗരവം അറിയത്തില്ല. ഞാൻ പൊട്ടനെ പോലെ കർത്താവിനോട് ചോദിക്കും, കർത്താവേ അങ്ങനുണ്ട് എനിക്ക് വേണം, അങ്ങനുണ്ട് എനിക്ക് വേണം. After hearing the encounters that happened in the Bible about Enoch and other anointed people, I also had that desire that same encounter must happen in my life also. ഒത്തിരി അവസരങ്ങൾ ആത്മനിറവ് പ്രാപിക്കാൻ വേണ്ടി കൊതിച്ച് കിട്ടാതെ പോയ സമയമുണ്ട്. I desired many a times, but I haven't been anointed at that particular time. നിരാശയോടുന്ന സമയങ്ങളുണ്ട്. I was saddened in my heart during that time. പക്ഷെ കിട്ടിയ മലയാളത്തിൽ സ്തുതിക്കാൻ ലജ്ജിക്കാതിരുന്നാൽ, but if we are not compromising to the words that come out from our mouth, അല്പത്തിൽ വിശ്വസ്തനാണ് അധികത്തിൽ വിചാരകൻ. if we are faithful with little, നമുക്ക് കിട്ടിയ ഭാഷയിൽ ഉള്ള അറിയാവുന്നതിനകത്ത് ദൈവത്തെ സ്തുതിക്കാൻ വാ തുറക്കാൻ ലജ്ജിക്കാതിരിക്കുന്നവന്റെ മേൽ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് ഇടുമെന്ന് എനിക്ക് അനുഭവത്തിൽ തെളിഞ്ഞ കാര്യമാണ്. Let us not be ashamed to open up our mouths and praising a God with the words that we have. ആമേൻ. Amen. അപ്പൊ അന്ന് ഞാൻ ഇദ്ദേഹം തിരിച്ചു കയറിപ്പോയി ഈ പറഞ്ഞതിനകത്ത് ആത്മാവെന്ന് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ മനസ്സിലായി പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഞാൻ നിലത്തുനിന്ന് കാലും പറിച്ച് ചാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഒരു 8 തവണ 10 തവണ ഞാൻ പറഞ്ഞു കാണും ജീസസ് ജീസസ് എന്ന്. അത് കഴിഞ്ഞ് നാക്ക് തിരിഞ്ഞു പോയി, ആരാണ്ടൊക്കെയോ എന്നെ പിടിച്ചു. ഞാൻ കണ്ണു അടച്ചിരിക്കുക, ഞാൻ മറിഞ്ഞു പോവോ വീഴുവോ ഒക്കെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഭയങ്കര ദൈവശക്തി അനുഭവിച്ചു. എൻ്റെ ശരീരം മുഴുവൻ ഒരു ഭയങ്കര തീ ഇറങ്ങുന്നത് പോലെ ഒരു ദൈവശക്തിയാണെന്ന് അനുഭവിക്കാനിടയായി. I experienced the heavy power of God moving in my life at that meeting.
അന്ന് എൻ്റെ മേൽ ഒരു ഭയങ്കര സന്തോഷം, അതുവരെ ഇല്ലാത്തൊരു ഭയങ്കര സന്തോഷം ഉണ്ടായി. പരിശുദ്ധാത്മാവിൽ ഉണ്ടാകുന്ന സന്തോഷമാണ്. I could experience an unimaginable joy in my life. ഞാൻ 5-star ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, 5-star ഹോട്ടലിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ അന്ന് കിട്ടിയ സന്തോഷത്തോളം I have stayed in a 5-star hotel, but still that joy that came on that anointing is not. അത് ദാവീദ് പറയുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പം അവർക്കുണ്ടായതല്ല, അവർക്കുണ്ടായതിലും അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. David is telling that a joy that is more than the things that can happen in the world. നമ്മുടെ അക്കൗണ്ടിൽ കാശുള്ളപ്പം കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഉള്ള സന്തോഷമില്ല, അത് എല്ലാവർക്കും ഉള്ള സന്തോഷമാണ്. പക്ഷെ ഇത് എന്ത് സംഗതി ഇളകി മറിഞ്ഞാലും നിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ലാതെ കിടക്കുന്ന ഒരു സന്തോഷമില്ലേ, അതാണ് ഹോളി സ്പിരിറ്റിനകത്തുള്ള സന്തോഷം. The joy in the Holy Spirit is a different thing, not as equal to a joy that when our accounts are filled with money. നിങ്ങൾക്കറിയോ, സത്യം ഞാൻ പറയാം, എറണാകുളം എന്ന് പറഞ്ഞ പട്ടണത്തോട് എനിക്ക് ദേഷ്യമായിരുന്നു. I was quite angry about the town of എൻ്റെ Kochi. പെങ്ങളും അളിയനും കൂടെ പെന്തിക്കോസിൽ പോയ ഒറ്റ കാരണത്താൽ ഞാൻ മേലെ എറണാകുളത്ത് വരത്തില്ലെന്ന് തീരുമാനിച്ചവനാ. Because my sister and her family had come to പക്ഷേ ഞാൻ Pentecost. രക്ഷിക്കപ്പെട്ടത് എറണാകുളത്ത്, But ഞാൻ സ്നാനപ്പെട്ടത് എറണാകുളത്ത്, ഞാൻ അഭിഷേകം പ്രാപിച്ചത് എറണാകുളത്ത്, I was saved. കല്യാണം നടന്നത് എറണാകുളത്ത്, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേർതിരിഞ്ഞത് എറണാകുളത്ത്, ഈ പ്രയറിന്റെ മൂവ് നടന്നത് ഇവിടെ, ഇതെല്ലാം ഈ പട്ടണത്തിലാണ്. But I was saved, baptized, anointed and got into ministry all in this same city, Ernakulam. ഈ പെന്തിക്കോസുകാരായതുകൊണ്ട്, പെന്തിക്കോസ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരുടെയും കൂടെ പോകാൻ കണ്ടില്ല, പെന്തിക്കോസുകാരുടെ കൂടെ പോയി മേലെ ഞാൻ ഈ എറണാകുളത്ത് പോകത്തില്ല. അങ്ങനെ പറഞ്ഞ എന്നെ ഇങ്ങനെ ആക്കിയത് അഭിഷേകം എന്ന് ഞാൻ പറയും. My life transformed because of the power of the Holy Spirit. എൻ്റെ ഒരു പഠിത്തവും ഇല്ല, ഒരു കഴിവുമില്ല. അന്ന് പുളിഞ്ചോട്ടിൽ നടന്ന മീറ്റിംഗിൽ എൻ്റെ മേലിട്ട തീയാണ്. Not because of my might or by my knowledge. It is the anointing that was poured upon me on that day. അതായത് സഭ ഇത് പറയരുത്, പൂട്ടിക്കോളാൻ. That is, the church should not speak in tongues. That's what that സഭ desire is. പറയരുതെന്ന് വേറൊരാൾ പറഞ്ഞാൽ അയാളുടെ പുറകെ നിൽക്കുന്ന ആത്മാവേതാന്ന്. But if the church is not speaking in tongues, we should understand what type of spirit it is. ഈ യേശു കർത്താവ് പുത്രനാണ്, പിതാവിന്റെ പുത്രൻ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണെന്ന് വെളിപ്പാട് പറഞ്ഞ പത്രോസ് അടുത്ത കാര്യം വേറെ ലൈനപ്പിൽ പറഞ്ഞപ്പം യേശു സാത്താനെ വിളിച്ചു, എന്നെ വിട്ടുപോകാൻ പറഞ്ഞു. Peter had confessed that Jesus is Christ, but in the next line, Jesus is telling that he is satanic. എല്ലാം കൊള്ളാം, പക്ഷെ ഈ ആത്മീയ വിഷയങ്ങൾക്കകത്ത് എതിര് പറയുന്നെങ്കിൽ പൊന്നച്ച നമ്മൾ ആ വഴിക്കില്ല എന്ന് പറയണം. But if we are against what is spirituality or what is heavenly, we should say no to it. ഇത് നമുക്ക് ആഗ്രഹിക്കാമെങ്കിൽ, പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവ് വലിയ നിലയിൽ നിങ്ങളുടെ മേൽ തുറന്നു തരാൻ പോകുകയാണ്. If we can have that desire, if we can have that a sincere desire in our heart, the heavenly realm is going to be open to us. ആമേൻ.